നമസ്കാരം. മേയർ പദവി കിട്ടാതായതോടെ ശ്രീലേഖ കൗൺസിലർ സ്ഥാനം രാജിവെക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇടതുപക്ഷ ക്യാമ്പുകൾ ക്യാപ്സ്യൂളായിട്ട് പടച്ചു വിട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ അങ്ങനെയല്ല എന്ന് ശ്രീലേഖ തന്നെ കാണിച്ചിരിക്കുന്നു. അതായത് നല്ല 8ന്റെ പണി തന്നെ ശ്രീലേഖ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ അടി, അതായത് കരണം പുകച്ചുകൊണ്ടുള്ള ആദ്യ അടി CPM കൊടുത്തിരിക്കുന്നു. ആ അടി ഏറ്റുവാങ്ങിയതാകട്ടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. മര്യാദയ്ക്ക് ആ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു തരണം, ഇത് എൻ്റെ ഓഫീസ് കെട്ടിടമാണ്, MLAക്ക് വേണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഓഫീസ് എടുത്ത് സ്വന്തം പൈസ കൊടുത്ത് ഒരു വാടക കെട്ടിടം തുടങ്ങുക എന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഫോണിൽ കൂടിയാണ് MLA VK പ്രശാന്തുമായിട്ട് ശ്രീലേഖ സംസാരിച്ചത്. എന്നാൽ VK പ്രശാന്ത് മാറിത്തരില്ല എന്ന് പറഞ്ഞതോടെ ഇന്ന് രാവിലെ ഇതാ MLAയുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തി തന്നെ ശ്രീലേഖ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്, മാറി തന്നേ പറ്റുള്ളൂ എന്നുള്ളത്. നിലവിൽ നല്ല പിള്ള ചമഞ്ഞിരിക്കുന്ന VK പ്രശാന്ത് ഉൾപ്പെടെയുള്ള CPMലെ നേതാക്കൾക്ക് ശ്രീലേഖ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 8ന്റെ പണി തന്നെയാണ്. ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞു നടന്ന CPM ശ്രീലേഖയുടെ ആ പണിയിൽ നിന്ന് കിടുകിടാന്ന് വിറച്ചു നിൽക്കുന്നു. VK പ്രശാന്ത് ഉൾപ്പെടെ ആട്ടപ്പടലം വിറച്ചാണ് നിൽക്കുന്നത്. മുൻ മേയർ ആര്യ രാജേന്ദ്രന് മാത്രമല്ല CPMനാകെ പണി വരുമെന്ന സന്ദേശമാണ് രാഷ്ട്രീയ പോരിന് തുടക്കമിട്ടിരിക്കുകയാണ് ശ്രീലേഖ എന്ന മുൻ IPS ഉദ്യോഗസ്ഥ. BJPയുമായി അകലുന്നു വന്ന വാർത്തകൾ അപ്രസക്തമാക്കിയാണ് കേരളത്തിലെ ആദ്യ വനിതാ IPSകാരിയുടെ ആദ്യ രാഷ്ട്രീയ ഇടപെടലും തന്ത്രങ്ങളും. ഇത് ഞെട്ടിപ്പിക്കുന്നത് വട്ടിയൂർക്കാവിലെ MLAയും മുൻ മേയറുമായ V പ്രശാന്തിനെയാണ്. അതായത് ശ്രീലേഖ MLA സ്ഥാനം ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അതിൻ്റെ ഒരു അർത്ഥം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിപ്പിക്കുമെന്ന റിപ്പോർട്ടിനിടെ ഈ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPMൽ തന്നെ ഒരു അഴിമതിയും കാണിക്കാത്ത ഒരു നേതാവും ഇല്ല എന്നത് മറ്റൊരു കാര്യം. കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ BJP കൗൺസിലറും അതോടൊപ്പം തന്നെ MLAയും തമ്മിൽ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള പോര് ഇപ്പോൾ കനക്കുകയാണ്. വട്ടിയൂർക്കാവ് MLAയും മുൻ മേയറുമായ VK പ്രശാന്തിന്റെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ വാർഡ് കൗൺസിലർ R ശ്രീലേഖ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. VK പ്രശാന്ത് ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞേ മതിയാകൂ എന്ന ഒരു നിലപാടിലാണ് ശ്രീലേഖ ഇപ്പോൾ. ശനിയാഴ്ച രാവിലെ ഫോണിലൂടെയാണ് ശ്രീലേഖ MLAയോട് ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചത്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് തനിക്ക് കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ വിട്ടു നൽകണമെന്നാണ് ശ്രീലേഖയുടെ വാദം. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ല എന്നാണ് VK പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. LDF ഭരണകാലത്ത് കൗൺസിൽ തീരുമാനപ്രകാരം വാടക നിശ്ചയിച്ച് നൽകിയ കെട്ടിടമാണ് ഇതെന്നും 2026 മാർച്ച് വരെ ഇതിന് കാലാവധി ഉണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ 10 മാസം മുമ്പ് തന്നെ കോർപ്പറേഷന് കത്ത് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. MLAയുടെ കാലാവധി തീരാൻ ഇനിയും സമയമുണ്ട് എന്ന് പ്രശാന്ത് പറഞ്ഞപ്പോൾ വീണ്ടും MLA ആയാൽ എന്തു ചെയ്യുമെന്ന ഒരു മറുചോദ്യം ശ്രീലേഖ ഉന്നയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഇപ്പോൾ ഭൂരിപക്ഷമുള്ള പുതിയ കൗൺസിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കൗൺസിലിൽ പ്രത്യേക തീരുമാനമെടുത്താൽ VK പ്രശാന്ത് ആ MLA ഓഫീസ് ഒഴിയേണ്ടി വരുമെന്നതാണ് റിപ്പോർട്ടുകൾ. കൗൺസിലർമാർക്ക് ഓഫീസ് അനുവദിക്കുന്നത് മേയറുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മേയറാണ് അവസാന തീരുമാനമെടുക്കേണ്ടത്. കോർപ്പറേഷൻ കെട്ടിടം ലഭ്യമല്ലെങ്കിൽ കൗൺസിലർമാർക്ക് പുറത്ത് വാടക ഓഫീസ് എടുക്കാമെന്നും മാസം 8,000 രൂപ വരെ കോർപ്പറേഷൻ വാടക നൽകുമെന്നും നിയമമുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ഓഫീസ് മുറിയെ ചൊല്ലിയുള്ള തർക്കം തലസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VK പ്രശാന്ത് എന്ന് പറയുന്നത് നിലവിൽ MLA ആണ്. MLAക്ക് എന്തിനാണ് കോർപ്പറേഷന്റെ ഈ ഓഫീസ് കെട്ടിടത്തിൽ, അതായത് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ ഒരു ഓഫീസ് തുറക്കേണ്ട കാര്യം എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ശ്രീലേഖ അടക്കം ചോദിക്കുന്നത്. കാരണം MLA VK പ്രശാന്ത് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിലെ MLA ആണ്. MLAക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസ് തുറന്നാൽ മതി. പക്ഷേ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ആ ഒരു മണ്ഡലത്തെ ശാസ്തമംഗലം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീലേക്ക് ആ ഏരിയയിൽ മാത്രമേ ഓഫീസ് തുറക്കാൻ പറ്റൂ. അതായത് ഇപ്പോൾ ശാസ്തമംഗലം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീലേഖ നേരെ ചെന്ന കവടിയാറ് ഒരു ഓഫീസ് തുറന്ന് ഇരുന്നിട്ട് കാര്യമില്ല. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആ വാർഡിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ശ്രീലേഖ ഓഫീസ് തുറക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷന്റെ പരിധിയിലുള്ള കെട്ടിടത്തിൽ ശ്രീലേഖ ഒരു ഓഫീസ് തുറന്ന് കൗൺസിലറായി അവിടെ ഓഫീസ് തുറക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ MLA VK പ്രശാന്ത് വിട്ടു നൽകില്ല എന്ന് വന്നതോടെ
വരും ദിവസങ്ങളിൽ MLA തന്നെ ഓഫീസെല്ലാം തന്നെ ദിദു വി കെ പ്രശാന്തിൻ്റെ ഓഫീസിലെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് പുറത്തേക്കിട്ട് അവിടെ ഓഫീസ് തുടങ്ങാനുള്ള ഒരു നീക്കം ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അതായത് വരും തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയായി ശ്രീലേഖ വരുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു MLAയുടെ പ്രവർത്തനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നും, തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കം ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.